ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് സ്നേഹേൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിനെ. അപ്പോൾ കാണാത്തവരെല്ലാം പോയിട്ട് കാണണം കേട്ടോ. ഓളെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് തോട്ടടക്കെത്തുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒടുക്കത്തെ വിശപ്പ് തുടങ്ങി. അപ്പാട് ഞാൻ പിന്നെ എൻ്റെ തീറ്റ പാർട്ട്ണറായ ശ്രേയനെ വിളിച്ചു. കിണറ് തുള്ളം വിളിച്ചാലും മുന്നും പിന്നും നോക്കാണ്ട് അപ്പാട് കഴിഞ്ഞ് വരുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുണ്ടാവും അല്ലേ. എന്നാ ആൾക്കാരിലൊന്നും ഇവളെ കൂട്ടണ്ടേ, ഇവൾ അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല. തിന്നാൻ എപ്പം വിളിച്ചാലും അവൾ വരും. പിന്നെ ഞാൻ എൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇൻവേർട്ടർ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് ആളെ മുമ്പിലെല്ലാം ഒറ്റക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാനും എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യാനുള്ള മരണം മടിയാണ്. നോട്ട് ദി പോയിന്റ്. ഒറ്റക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനാണ് അവരുടെ കൂട്ടത്തിൽ സിംഹം. എന്തും ഞാൻ ചെയ്യും. പക്ഷേ ഒറ്റക്കാണെങ്കിൽ ഒന്നിനും എന്നെ കൊള്ളൂല. തിന്നുന്ന തീറ്റി കണ്ടവർക്ക് രാവിലെ മുതലേ പട്ടിണിയാണ്. സ്നേഹേൻ്റെ വീട്ടിൽ നിന്നെല്ലാം വെച്ച് കയറിയിട്ടാണ് വന്നിനി. എന്നിട്ട് ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ഞാൻ മലന്നടിച്ച് വീണ്. ഒന്നും പറയണ്ട. പിന്നെ വെറുതെ ആ തടി കുറയാത്ത. അയ്യോ മെലീന്നില്ലേ എന്ന് പറഞ്ഞിട്ട് KPSC നെഞ്ചത്തടിച്ച് കരയുന്ന പോലെ കരയും. പക്ഷെ ഫുഡ് കണ്ടാലേ നമ്മൾ അതൊക്കെ അങ്ങ് മറക്കും. എന്നിട്ട് കണ്ട ഇങ്ങനെ മെടാന്നങ്ങ് അടിക്കും. നമുക്ക് തിന്ന് മതിയായിരം ബാക്കി തിന്നാൻ വേണ്ടിയിട്ട് നമ്മളെ ശ്രേയൻ്റെ ചേച്ചി ദിയേനയും കൂടി കൂട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാളും കൂടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി. ജന്മത്തിൽ 1-2 സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോവറ് അടക്കേറിയാ പിന്നെ കഴിഞ്ഞ്. സാധനങ്ങൾ തെച്ചുപാടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. പിന്നെ എങ്ങനെയാ മനുഷ്യൻ വാങ്ങാണ്ട് വരുക? പിന്നെ സ്വന്തമായിട്ട് ജോലിക്ക് പോയിട്ട് ശമ്പളമെല്ലാം വന്നിട്ട് അവൻ വീട്ടിലേക്ക് കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ട് പോകുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു അഭിമാനമില്ലേ, അത് കിട്ടണമെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തന്നെ സാധനം വാങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. സ്വന്തം പൈസയാന്ന് പോകുന്നില്ല ബോധമില്ലോണ്ട് അധികം വാരിക്കോരി എടുക്കുകയും ചെയ്യില്ല. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പച്ചക്കറിയിൽ ഇങ്ങനെ കെട്ടുകെട്ടാക്കി വെക്കുന്നുണ്ട്. നമുക്ക് അളവ് പറയേണ്ട ആവശ്യമില്ല. സാധാരണ പീടിയെ പോയി കഴിഞ്ഞാൽ അവരോട് നമ്മൾ അളവ് പറഞ്ഞു കൊടുക്കണ്ടേ, 1 കിലോ തക്കാളി അങ്ങനെയെല്ലാം പറയണ്ടേ. എനിക്കാണെങ്കിൽ ഈ വെളുത്തുള്ളിയും പച്ചമുളകും എത്ര അളവാന്ന് വാങ്ങേണ്ടത് ഇന്നും അറിയില്ല നേരാമണം.